എടുത്തില്ലേ പെണ്ണേ? ചാർജർ എടുത്തില്ലേടി? ഒരു മിനിറ്റ് സൈൻ ഓഫ് ചെയ്യും പഠിക്കല്ലേ, അത് പിന്നെ നമുക്ക് പറയാം. ഹലോ ഗൈസ്, പോവാണ്. പോവാണ് അപ്പച്ച, പോവാണ്. ടാറ്റാ. നമ്മൾ അപ്പച്ചനോടും പേരപ്പനോടും എല്ലാം ടാറ്റ പറഞ്ഞ് ഇറങ്ങുവാണ്. ഞങ്ങൾ ഡ്രസ്സ് എടുത്തു, ഞങ്ങൾ പോവാണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാമേ. താഴത്തേക്ക് നടക്കുവാണ് ഞാൻ. പേരമ്മ അവിടെ നിന്ന് ടാറ്റ പറയുന്നു. ഓക്കെ, വേണ്ടേ ഫ്രണ്ടിൽ നമ്മുടെ വില്ലേജിൽ പേരമ്മയുടെ ചാനലിൻ്റെ പേരുന്നു വില്ലേജ് ലൈഫ് സ്റ്റൈൽ, ഹൈ റേഞ്ച് ലൈഫ് സ്റ്റൈൽ അല്ലേ? അല്ലേ? അതെ, ഹൈ റേഞ്ച് ലൈഫ് സ്റ്റൈൽ. അതിൻ്റെ ഫ്രണ്ടിൽ അമ്മയും ഉണ്ട്. ഓക്കെ, നമുക്കിനി നടക്കാം. ഞങ്ങൾ ഇറങ്ങുവാണ്. നോക്ക്, നമുക്ക് അത്രയും ഇറങ്ങി പോവാനുണ്ട്. ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇന്നലെ ഞാൻ നോക്കിയപ്പോഴും മുല്ലപ്പൂ പോലെ. ചെണ്ടുമല്ലിയോ? നിങ്ങൾ ഈ പൂ കണ്ടോ? ഇത് കാണാൻ മുല്ലപ്പൂ പോലെ തന്നെ ഇല്ലേ? ഇതിന്റെ മണം പക്ഷെ മുല്ലപ്പൂ പോലെ ഇല്ലേ? പക്ഷെ ഇത് കാണാൻ മുല്ലപ്പൂ പോലെ തന്നെ ഉണ്ട്. കണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ ഈ ചെടികളെല്ലാം അതുപോലെ മുല്ലപ്പൂ പോലത്തെ പൂക്കൾ നിറഞ്ഞു നിൽക്കുവാണ്. നമുക്കിനി അത്രയും കൂടെ ഇറങ്ങാനുണ്ട്. ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും വരുന്ന സ്ഥലമല്ല, അതുകൊണ്ട് നമുക്ക് ഇറങ്ങി തന്നെ പോകണം. കുറേ ബുദ്ധിമുട്ടാണ്. അവിടെ കണ്ടില്ലേ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അത്രയും ഇറങ്ങണം. ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും അങ്ങനെ വരാറില്ല. വേണ്ട, അമ്മയും പേരമ്മയും ഇറങ്ങുവാണ്. ഇന്നലെ ഒരു തവണ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് എൻ്റെ കാലിനൊക്കെ ഇന്ന് നല്ല വേദനയുണ്ട്. ഇവിടെ 2 തവണ ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാലിന് വേദനയായിരിക്കും. അതുകൊണ്ട് നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ഇറക്കമൊന്നും ഇറങ്ങാറില്ലാത്തത് കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിന് നല്ല കാലിന് വേദനയാണ്. അതെ അതെ, ഇവിടൊക്കെ ഒരുപാട് ആളൊടിഞ്ഞു പറഞ്ഞു അതിൻ്റെ ഈ വീടുകളൊക്കെ കണ്ട ഇതൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർ ഒഴിഞ്ഞു പോയതാണ്. ഇവിടെ റോഡ് സൗകര്യവും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇവിടുത്തേക്ക് വിടുന്നതിൻ്റെ അപ്പുറത്തൊക്കെ വീടുണ്ട്. അവിടെ ഒന്നും അങ്ങോട്ടൊരു മുകളിൽ അങ്ങനെ ഒത്തിരി വീടുകളുണ്ട്. ഈ 50-ഓളം വീടുകൾ ഇവിടുന്ന് ആൾക്കാരെല്ലാം പോയിരിക്കുക, താമസമില്ല. ഞങ്ങളുടെ സജ്ജരിയാന്ന് വന്നപ്പോൾ 8000 വീട്. ഇത് കണ്ടോ? ഇത് എന്താണ്? ഇതൊരു പുതിയ കുടിവെള്ള പദ്ധതിയുടെ പേരെന്നായിരുന്നു? ജപ്പാൻ കുടിവെള്ള പദ്ധതി. അങ്ങ് മുകളിലോട്ട് നോക്ക്. ഇത് കണ്ടോ? കാണിക്കുന്നത് കണ്ടോ? അത് വേണ്ട, ഇവിടെ നോക്കി. ഇത് കണ്ടോ? ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞു വന്നിരിക്കുക. വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരത്തത്ത് വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ വെള്ളമൊന്നുമില്ല. കേട്ട ഇങ്ങനെയൊന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പിന്നെ ഇങ്ങനെ ഇത് പൈപ്പ് പിടിച്ചേക്കുന്നതല്ലാതെ വെള്ളം വലുതുണ്ടോ? വെള്ളം ഒക്കെ കൊണ്ടുവരാനായിട്ട് ആൾക്കാർ ഡ്രമ്മൊക്കെ പിടിക്കൊണ്ട് വെച്ചിരിക്കുക. അത് കണ്ടോ? അതെ, ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, വന്നല്ലോ വെള്ളം. എന്നിട്ട് അവർ പറഞ്ഞ വെള്ളം ഇല്ലെന്നും മുകളിലോട്ട് വെള്ളം ഉണ്ടെന്നും പറഞ്ഞ് പോയോ? നമുക്ക് ഇവിടെ വരെ വെള്ളം വന്നല്ലോ. അപ്പം കണ്ടോ? അതേ ഇത് കണ്ടോ? വീടുകളൊക്കെ ഒഴിഞ്ഞു പോയ വീടുകളാണേ. ഇതുണ്ട്, ഇവിടെ ഇപ്പോൾ ആൾ താമസമില്ല. വെള്ളം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് തൊട്ട് താഴെ വരെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് വെള്ളമില്ല. അതുകൊണ്ട് വെള്ളം ചുമടാണെന്ന് എല്ലാവരും വെള്ളം ഇങ്ങനെ ചുമന്ന് മടുത്തു. ഇനിയിപ്പോൾ വെള്ളം ചുമക്കാൻ ആർക്കും ആരോഗ്യമൊന്നുമില്ല. വെള്ളം തലച്ചുമടയെ കൊണ്ടുവരണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിങ്ങനെ തലച്ചുമട വെള്ളം കൊണ്ടുവന്നാണ് ഇവിടെ ഒക്കെ കൃഷി, ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കണ്ടതേ മുകളിലൊരു വീട് കണ്ടോ? അതേപോലെ രണ്ട് താഴെ ഒരു വീട്. അതെ, ഈ വീടുകളെല്ലാം കണ്ടോ? ഞാൻ ഇറങ്ങുന്നേ കൂടെ കാണിച്ചു. ഇതുവരെ ഇറക്കമൊന്നും ഒന്നുമല്ല മനസ്സിലാവുന്നത്. ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, കുത്തനെയുള്ള ഇറക്കമാണ് താഴോട്ട്. ഒരുപാട് ഇറങ്ങാനുണ്ട്. നീ കണ്ടോ? നമുക്കിനി അത്ര ഇറങ്ങാനുണ്ട്. എൻ്റെ അമ്മോ, നാട്ടിലാണെങ്കിൽ കഷ്ടപ്പാട് വല്ല ഉണ്ടോ?
siblings going each other. But ഇങ്ങനെ എൻ്റെ കൂടെ വരാൻ എനിക്കൊരു സിബ്ലിംഗ് ഇല്ല. ഫീൽ സോ സങ്കടം. ഇറക്കല്ല ഇവിടെ വരെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ലാസ്റ്റ് നിരപ്പിലോട്ട് എത്തുമ്പോണ്ടല്ലോ, പാട്ടറിയാത്തവരാണെങ്കിൽ പോലും പാട്ട് പാടിപ്പോവും. ആ ഒരവസ്ഥയാണ്. പറയുന്നത് മനസ്സിലായോ? അയ്യോ അയ്യോ വയ്യ, എടുക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിലെത്തിയേ. കട്ടപ്പനയിൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിയല്ല, കായംകുളം കെ ഇ മോട്ടോഴ്സ് കയറി. 4.5 മണിക്കൂർ കൊണ്ട് ചെല്ലും അല്ലേ? ചെല്ലത്തില്ലേ? 4.5 മണിക്കൂർ വേണം അവിടെ ചെല്ലാൻ. 5:45 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ മാന്നാറൊക്കെ ചെല്ലും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നല്ല വ്യൂസൊക്കെ കാണിക്കാം. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ഹൈറേഞ്ചിൻ്റെ സ്പെഷ്യൽ പലഹാരമാണ് വടി. അപ്പോൾ ഞങ്ങളിതുണ്ടല്ലോ, ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായി സാധനം. അവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് അവിടെ 10 വടിയാണ് വാങ്ങിച്ചത്. നേരത്തെ ഇതിന് 10 രൂപയുള്ളായിരുന്നു, ഇപ്പോൾ 15 രൂപയായി കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ ആ ബേക്കറിക്കാർ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതിന് വില കൂടിയെന്നിട്ട് അവർ പറയുന്നു 15 രൂപയായി. പിന്നെ ഇപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടിയില്ലേ, പെട്രോളിനൊക്കെ വില കൂടിയില്ലേ, അതുകൊണ്ട് വില കൂടി 15 രൂപയായെന്ന് പറഞ്ഞ്. എന്നാലും ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞ് ഈ പലഹാരം കൊണ്ടിരുന്നവരെ കൊണ്ടുവരീച്ചാന്ന് പറഞ്ഞു. അപ്പോൾ 15 രൂപയാണല്ലോ എല്ലാവരും മേടിക്കും. ഞങ്ങളുടെ അവിടെ ചെല്ലുമ്പോൾ പിള്ളേരൊക്കെ വടി കൊണ്ടുവന്ന് ചോദിക്കുക. അതിന് ഞാൻ വാങ്ങിച്ചത് 15 രൂപയ്ക്ക് 10 വടിയാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അഭിരാമി ഒരു കവർ എന്തോ വാങ്ങിച്ച അഭിരാമി